ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ ഒരു പടുകൂറ്റൻ കപ്പൽ രണ്ടായി പിളർന്ന് ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്ന ഒരു ദൃശ്യം ജെയിംസ് ക്യാമറോണിന്റെ ടൈറ്റാനിക് സിനിമയിലൂടെ നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു സീന് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. ലോകം കണ്ട ഏറ്റവും ആഡംബരമേറിയ, ഒരിക്കലും മുങ്ങില്ലെന്ന് അതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന ആ ഒരു മഹാവിസ്മയം ഒരു മഞ്ഞുപാളിയിൽ തട്ടി തകർന്നപ്പോൾ അത് വെറും ഒരു കപ്പലിന്റെ തകർച്ച മാത്രമായിരുന്നില്ല, നൂറുകണക്കിന് സ്വപ്നങ്ങളുടെ ഒരു അന്ത്യം കൂടിയായിരുന്നു അത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലൈഫ് ബോട്ടുകൾക്കായി പരക്കം പായുന്ന മനുഷ്യര്, പ്രിയപ്പെട്ടവരോട് യാത്ര പറയാൻ പോലും കഴിയാതെ വേർപിരിയേണ്ടി വന്നവര്, അതുപോലെ തന്നെ ആ ഒരു ഭീകര രാത്രിയുടെ ബാക്കി പത്രമായിട്ട് ഇന്നും ചില വസ്തുക്കൾ നമ്മളുടെ ഇടയിൽ അവശേഷിക്കുന്നുണ്ട്. 100-ലധികം വർഷങ്ങൾ സമുദ്രത്തിനടിയിൽ കിടന്നിട്ടും ലേല വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന ടൈറ്റാനിക്കിലെ ശേഷിപ്പുകൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു കൗതുകം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നതും അത്തരമൊരു വസ്തുവാണ്. മരണത്തെ മുഖാമുഖം കണ്ടൊരു യാത്രക്കാരി അവരുടെ ആ ഒരു സമയത്ത് മുറുകെ പിടിച്ച അവരെ മരണക്കയത്തിൽ നിന്ന് കരകയറ്റിയ ഒരു ലൈഫ് ജാക്കറ്റിന്റെ വാർത്തയാണത്. ഈ ടൈറ്റാനിക്കിൽ ഒരു യാത്രക്കാരി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ബോട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 18 ലേലത്തില് 67,000 പൗണ്ടിനാണ് വിറ്റത്. ഈ ഒരു കപ്പലിലെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരിയായിട്ടുള്ള ലോറ മെബേലായിരുന്നു ഈ ഒരു ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അവരും അതുപോലെ തന്നെ അതേ ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റുള്ളവരും ഈ ഒരു ലൈഫ് ജാക്കറ്റിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിൽ നടന്ന ഒരു ലേലത്തിലായിരുന്നു ഈ ഒരു ജാക്കറ്റ് വിറ്റുപോയത്. കൂടാതെ 2,50,000 മുതൽ 3,50,000 പൗണ്ടുകൾ വരെയുള്ള പ്രീസെയിൽ എസ്റ്റിമേറ്റിലും വളരെ കൂടുതലായിട്ടുള്ള ഒരു വിലക്ക് ഒരു അജ്ഞാത ടെലിഫോൺ ലേലക്കാരനാണ് ഇത് വിറ്റത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, ഈ ഒരു ലൈഫ് ബോട്ടുകളിൽ ഒന്നിന്റെ സീറ്റ് കുഷ്യൻ അതേ ലേലത്തിൽ തന്നെ 3,90,000 പൗണ്ടിന് വിറ്റതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈറ്റാനിക് എന്നൊരു കപ്പലിന്റെ ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് വരാം. ലോകത്തിലെ ഏറ്റവും ആഡംബരപൂർണമായ സമുദ്രക്കപ്പലായി കണക്കാക്കപ്പെടുന്നതും പ്രായോഗികമായിട്ട് മുങ്ങാൻ കഴിയാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതുമായ ടൈറ്റാനിക് ഇംഗ്ലണ്ടിലെ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ആദ്യ യാത്രക്കിടെ ന്യൂ ഫൗണ്ടിൽ വെച്ച് ഒരു മഞ്ഞുമലയിൽ ഇടിച്ചു. 1912 ഏപ്രിൽ 15 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് മുങ്ങി. 2,200 യാത്രക്കാരിലും ജീവനക്കാരിലും ഏകദേശം 1,500 പേരാണ് ഈ ഒരു സംഭവത്തിൽ മരിച്ചത്. പിന്നീട് ഇതിന്റെ ഒരു സ്മരണക്കായിട്ട് ഈ ഒരു അപകടത്തിൽ അതിജീവിച്ചവരെ രക്ഷപ്പെടുത്തിയ കപ്പലായിട്ടുള്ള RMS കാർപാർത്തിയുടെ ക്യാപ്റ്റന് 2024 കോടികൾ വിലയുള്ള ഒരു സുവർണ പോക്കറ്റ് വാച്ച് നൽകി ആദരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.